സർ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഒരു പ്രതികരണം ഏറ്റവും ഒടുവിൽ വാർത്തകളിൽ നിറയുകയാണ്. അദ്ദേഹം ഇന്ത്യയോടും ചൈനയോടും ഈ രീതിയിൽ അമേരിക്ക കളിക്കണ്ട എന്ന ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. പല രീതിയിൽ പല പരാമർശങ്ങൾ അദ്ദേഹം തന്റെ ഈ പ്രസ്താവനയിൽ ഉടനീളം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു പുടിന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ. പുടിൻ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്ത്യയെയും ചൈനയെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഈ പരാമർശം അമേരിക്കയ്ക്ക്, ട്രംപിന്, ലോകത്തിന് തന്നെ നൽകുന്ന സൂചന എന്താണ്? ഇപ്പൊ കൊളോണിയൽ യുഗം ഇനി ഉണ്ടാവണ്ട, അതൊക്കെ അവസാനിച്ചു എന്നാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും എടുത്ത് പറഞ്ഞ ഒരു രീതി എന്നാണ് ഇപ്പൊ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെ ഹെഡിങ് പോലും അങ്ങനെ വരുന്നതാണ് ഇപ്പം ഇതിൽ നമുക്ക് വാർത്തകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അതായത് SCO മീറ്റ് പണ്ട് പലവട്ടം നടക്കുമ്പോഴുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ SCO മീറ്റിൽ പല പ്രത്യേകതകളുണ്ടായിരുന്നു. ഈ SCO മീറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിപ്പോ ഒരു വ്യാപാര യുദ്ധം നടക്കുകയാണ്, ഒരു താരിഫ് യുദ്ധം. അത് 100 രാജ്യങ്ങൾക്കെതിരെ താരിഫ്. അതിനകത്ത് താരിഫ് ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണെന്ന് പരസ്യമായിട്ട് പറയാൻ ട്രംപിനും നാറ്റോ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും കഴിയുന്നു. അതിനുശേഷം ആ ബന്ധത്തിനകത്ത് നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞ് ഇന്ത്യ നിൽക്കുന്നു, മൈൻഡ് ചെയ്യാതെ പോകുന്നു. അവർ പറയുന്നത് വേണ്ട വേണ്ട എന്ന് പറയുന്ന അവസരത്തിലെല്ലാം കൂടുതൽ കരുത്തോടു കൂടി റഷ്യയെ ചേർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയും മറ്റു പല കാര്യങ്ങളും നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനുശേഷം റഷ്യ, ഇന്ത്യ, ചൈന ഈ രീതിയിലേക്കുള്ള ഒരു നീക്കുപോക്കിന് വേണ്ടി റഷ്യ മുൻകൈ എടുക്കുന്നു. ആ നീക്കുപോക്കിന്റെ ആക്കം കൂട്ടുന്ന ഒരു SCO മീറ്റ്, അല്ലെങ്കിൽ അതിന് ലോകത്ത് ആ 3 നേതാക്കന്മാരും അവിടെ വെച്ച് കാണുമ്പോൾ എന്ത് ലോകത്തോട് പറയും, അതിനുശേഷം ഉണ്ടാകുന്ന ലോകക്രമം എങ്ങനെ ആകുന്നു എന്നുള്ളതിന്റെ പുറത്ത്, അല്ലെങ്കിൽ അത് എങ്ങനെ ആയിരിക്കുമെന്ന് പത്രക്കാർ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ഉത്തരം വന്നത്. അതായത് ഈ ഉത്തരത്തിനകത്ത് എല്ലാം ഉണ്ട്. അതായത് 3 പേരും പ്രബലരാണ്, 3 പേർക്കും പല കാര്യങ്ങൾ പല രീതിയിൽ ലോകത്ത് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഈ ഓരോ രാജ്യത്തിന്റെ അടുത്ത തലവന്മാർക്ക് ചോദിക്കുമ്പോൾ, ഇന്ത്യയോട് ചോദിക്കുമ്പോൾ ഊഷ്മളമായ ബന്ധം, അല്ലെങ്കിൽ അത് നിലനിർത്തി പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചൈനയോട് ചോദിച്ചപ്പോൾ ചൈനയ്ക്കകത്ത് SCO മീറ്റിന് ശേഷം നടന്ന പരേഡ് ലോകത്തുടനീളമുള്ള, പ്രത്യേകിച്ച് അമേരിക്കയോട് പറയുന്നു ഇതൊരു ഈ പരേഡ് വിളിച്ചോതുന്നു. അവരുടെ ആയുധ പ്രദർശനത്തിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഞങ്ങൾക്കെതിരെ ഒരു നീക്കം വേണ്ട, ചൈനയ്ക്കെതിരെ നീക്കം വേണ്ട, ഈ കൂട്ടായ്മയ്ക്കെതിരെ നീക്കം വേണ്ട. ആ നീക്കം ഏതർത്ഥത്തിലും തടയാനും ആ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാനും കഴിയുന്ന രീതിയിലേക്കുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. അത് വ്യക്തത വരുത്തി തടയാനും ഞങ്ങളുടെ ലോകത്തുള്ള സാധാരണ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു സൈനിക പരേഡും ആയുധ പ്രദർശനവുമായിരുന്നു. അതിനകത്തും ഈ പറയുന്ന പുടിന് മുമ്പേ കാര്യം ചൈന പ്രസിഡന്റ് പറഞ്ഞല്ലോ. ആരോട് പറഞ്ഞു? ഇൻഡയറക്റ്റ് ആയിട്ട് യൂറോപ്പിനോടും നാറ്റോയോടും പറഞ്ഞു. ഇപ്പൊ പുടിൻ ഇറങ്ങി വന്ന് പറഞ്ഞ എന്താണ്? ഈ 2 രാജ്യങ്ങൾ, ഏഷ്യയിലെ ഏറ്റവും പ്രബലമായ രാജ്യങ്ങൾ, ഒരിടത്ത് ഒരു രാജ്യം സമ്പന്നമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു, സമ്പന്ന രാജ്യം, ലോകത്തെ 2ാമത്തെ രാജ്യം, മറ്റേ രാജ്യം സാമ്പത്തികമായിട്ട് മുന്നേറുന്നതിനോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതുമായിട്ടുള്ള 2 രാജ്യങ്ങൾ. ഈ 2 രാജ്യങ്ങൾ വ്യാപാര കരാറിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഏഷ്യയിലെ വൻ ശക്തികളാണ്. അവരെ വ്യാപാര കരാർ അല്ലെങ്കിൽ മറ്റു പല രീതിയിലും സാമ്പത്തികമായിട്ട് പെടുത്തി ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏതറ്റം വരെ പോയി തടയിടുന്ന ഒരവസ്ഥ ഉണ്ടാകും. കൊളോണിയൽ സംവിധാനവും അത്തരത്തിൽ മേൽക്കോയ്മയും അത്തരത്തിൽ അങ്ങനെ മറ്റു രാജ്യങ്ങളുടെ പുറത്ത് സ്വന്തം തിട്ടൂരങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് പോകുന്ന കാലം കഴിഞ്ഞു. അതിനെ അനുവദിക്കുന്ന വിഷയവുമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനം തന്നെയാണ് ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഓരോ രാജ്യങ്ങളും അവരുടെ കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുടിൻ എന്ത് പറയുന്നു, കൂടുതൽ കാര്യം പറയാത്ത ഒരു നേതാവ്, തീരുമാനങ്ങൾ അല്ലെങ്കിൽ വർത്തമാനത്തിൽ കൂടി അല്ലാതെ പ്രവൃത്തിയിൽ കാണിക്കുന്ന ഒരു നേതാവ്, ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ലോകം ഉറ്റുനോക്കുന്ന രാജ്യം, എന്തും ലോകത്ത് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള രാജ്യം, ആ രാജ്യത്തിന്റെ കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക RIC സംവിധാനം, അതിനകത്ത് അതിന്റെ മീറ്റിംഗിന് ശേഷം അല്ലെങ്കിൽ ഈ ലോക നേതാക്കന്മാർ
കൂടിയാലോചിച്ച വിവരത്തിന്റെ വ്യക്തത വളരെ കൃത്യമായിട്ട് കിട്ടുമെന്ന് കണ്ട് ഒരുപക്ഷെ പുടിനെ ഈ പറയുന്ന ലോക മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ അത്തരത്തിൽ പറഞ്ഞതാണ്, കൊളോണിയൽ സംവിധാനത്തിൽ കൂടി പോകാൻ അമേരിക്കയെ അനുവദിക്കുന്ന ഒരു വിഷയമില്ല. എന്റെ സഖ്യരാജ്യങ്ങൾ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ചൈനയും ഇന്ത്യയും ഏതെങ്കിലും കാരണവശാൽ നോവിച്ചാൽ അതിന് മറുപടി പറയേണ്ടി വരും അമേരിക്ക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസാരം തന്നെയാണ്. അതായത് ഒരിഞ്ച് പുറകോട്ട് പോകത്തില്ല. 2 ആഴ്ച കഴിയുമ്പോൾ യുദ്ധം നിർത്തിക്കോണോ താക്കീത് കൊടുത്തതിന്റെ മറുപടി കൂടിയാണ്. ഒരിഞ്ച് പുറകോട്ട് അമേരിക്കയുടെ തിട്ടൂരത്തിനും വിരട്ടലിനും മുമ്പിൽ റഷ്യ എന്നല്ല, റഷ്യയുടെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യങ്ങളും പോകത്തില്ല എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് SCO മീറ്റിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ കൂടി പുടിൻ ഒരുപക്ഷെ ലോകത്തിനും അമേരിക്കയ്ക്കും കൊടുത്തത്. അതായത് പുടിന്റെ പിന്തുണ, ഈ പരസ്പര ധാരണ, ഈ RICയുടെ രൂപത്തിലും ബ്രിക്സിന്റെ രൂപത്തിലും അല്ലെങ്കിൽ ലോകക്രമത്തിനകത്ത് വരുത്തുന്ന വ്യത്യാസം അതേപടി വലിയ വലിപ്പത്തിൽ ഉയർത്തിക്കൊണ്ടു പോകും. അതിനകത്ത് അമേരിക്ക ആണ് ശത്രു, അമേരിക്ക യൂറോപ്യൻ കൺട്രീസ് ആണ് ശത്രു, നാറ്റോ രാജ്യങ്ങളാണ് ശത്രു. അതിനകത്തുനിന്ന് വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ ഉൾക്കൊണ്ടു പോകുന്ന രീതിയിലേക്കുള്ള ഒരു ആലോചനയും ഉണ്ടാകും. അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ തിരുത്തിപ്പോയാൽ നമ്മൾക്ക് ആലോചിക്കാം, അപ്പൊ ആരായി ലോക നേതാവ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പറയുന്നത് ഇപ്പൊ അമേരിക്കക്ക് അപ്പുറം നിന്ന് പുടിൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയെ അങ്ങനെ 1-ാം നമ്പറായിട്ട് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയില്ല, പണ്ടുമില്ല, ഇനിയും തീരെ ഇല്ല എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ പറയുന്ന SCO മീറ്റിന് ശേഷം പത്രക്കാരുടെ മുമ്പിൽ പുടിൻ കൊടുത്തത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ രീതിയിൽ 2 ഏഷ്യൻ ശക്തികളെ ദുർബലരാക്കാനുള്ള ശ്രമമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നതെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു വയ്ക്കുകയാണ്. മാത്രമല്ല പ്രശാന്ത് സാർ, പുടിൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഇന്ത്യയെയും ചൈനയെയും വിശേഷിപ്പിച്ചത് വ്യാപാര പങ്കാളികൾ എന്നാണ്. എന്ന് വെച്ചാൽ അമേരിക്ക അങ്ങനെയല്ല എന്ന് തന്നെയാണ് പുടിൻ തുറന്നു പറയുന്നത്. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യയെയും ചൈനയെയും ദുർബലരാക്കാൻ വേണ്ടി മാത്രമാണ് അമേരിക്ക ഈ രീതിയിൽ അവരോട് പെരുമാറുന്നത്. അവിടെയുള്ള ആ രാജ്യങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരെ, അതായത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൂടി ദുർബല ശക്തികളാക്കി കാണിക്കാനാണ് ട്രംപ് എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ അത്തരം പരാമർശങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ ട്രംപ് ഇടപെട്ടിട്ടാണ് മോദി പെട്ടെന്ന് തന്നെ വെടിനിർത്തൽ നിർത്തിയത് എന്ന തരത്തിലൊക്കെ ട്രംപ് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് പുടിന്റെ ഈ ഒരു പരാമർശത്തോടൊപ്പം നമുക്ക് കൂട്ടിവായിക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യ ഇപ്പോഴും അമേരിക്ക പറയുന്നത് പോലെ കേൾക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നേതാവ് അതായത് മോദി വളരെ വീക്കാണ്, താനാണ് അവിടെ ഉചിതമായ ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ് ഇതിനു മുൻപേ തന്നെ ട്രംപ് തുടങ്ങിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് ഏറ്റവും ഉദാഹരണമായി പുടിൻ പറയുന്ന കാര്യങ്ങളെയും നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും. കാരണം ഈ രാജ്യത്തുള്ള നേതാക്കന്മാരൊക്കെ ദുർബലരാണ് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുക. മാത്രമല്ല ട്രംപിന് ഈ രീതിയിൽ ഇവരോട് പെരുമാറാൻ സാധിക്കില്ല. ഇന്ത്യയും ചൈനയും റഷ്യയുടെ വ്യാപാര പങ്കാളികളാണ്, അതുകൊണ്ട് അമേരിക്ക ഇവരോട് ഈ രീതിയിൽ പെരുമാറരുത് എന്ന് പുടിൻ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ശക്തമായ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ട്രംപിനോ അമേരിക്കയ്ക്കോ നൽകുന്ന താക്കീതോ ആയി കൂടി നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കും. ഈ രീതിയിൽ ഇവരോട് പെരുമാറിയാൽ പ്രത്യാഘാതം വലുതായിരിക്കും എന്ന് കൂടി പുടിൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ട്രംപ് ഉയർത്തിയിരിക്കുന്ന താരിഫും അല്ലെങ്കിൽ ചൈനയോടും ഇന്ത്യയോടും കാണിക്കുന്ന ഇത്തരത്തിലുള്ള മറ്റ് ലോകരാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ താരിഫിൽ നിന്നും വിഭിന്നമായി കാണിക്കുന്ന വേർതിരിവും ഒക്കെയാണ് പുടിൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. SCO മീറ്റിൽ ഉൾപ്പെടെ പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ എന്തൊക്കെയോ വലിയ പ്ലാനിങ്ങുകൾ, വലിയ ആസൂത്രണം റഷ്യയും ഇന്ത്യയും ചൈനയും നടത്തിയിട്ടുണ്ട്. RIC കൂടുതൽ ശക്തമാകുന്നു എന്ന് തന്നെയാണ് പുടിന്റെ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിരൂക്ഷമായ ഭാഷയിൽ പുടിൻ പ്രശാന്ത് സാർ തുടക്കത്തിൽ, നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൊളോണിയൽ ഇറ ഈസ് ഓവർ, അത് കഴിഞ്ഞു, കൊളോണിയൽ ഇറ എൻഡ് ആണ് എന്ന് പുടിൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് മാധ്യമങ്ങളിൽ വലിയ വാർത്തകളായി വരുന്നതും. കൊളോണിയൽ ഇറ അവസാനിച്ചു എന്ന് മനസ്സിലാക്കാത്തത് ട്രംപും അമേരിക്കയും മാത്രമാണ്. ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകക്രമം ആ ഇറ അവസാനിച്ചു എന്ന റിയലൈസേഷനിലാണ് മുന്നോട്ട് പോകുന്നതും എന്നുമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോൾ താരിഫിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് കൂടി വലിയ ചർച്ചയാവുകയാണ്. കാരണം ട്രംപ് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ട്രംപ് തിരിക്കുന്നത് പോലെയല്ല ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള
കാര്യങ്ങൾ പോകുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം 4ഓളം തവണയാണ് ട്രംപിന്റെ കോളുകളെ റിജക്ട് ചെയ്തത്. അത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിൽ SCO മീറ്റിൽ സംസാരിച്ച കാര്യങ്ങൾ ചർച്ചയാവുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ പുടിൻ കൂടി പറയുകയാണ് ഇന്ത്യയെയും ചൈനയെയും തൊടാൻ കഴിയില്ലെന്ന്, അതും അമേരിക്കയോട്. അപ്പോൾ ഈ രീതിയിൽ ലോകക്രമം മാറുന്നു എന്ന സൂചന. ലോകക്രമം ആര് മാറ്റുന്നു എന്ന് ചോദിച്ചാൽ പുടിനും ഇന്ത്യയും ചൈനയും ഒക്കെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനും സാധിക്കും. അത്തരത്തിലുള്ള വാക്കുകളാണ് പുടിന്റെ അടുത്ത് നിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുടിന്റെ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ അവിടെയുള്ള വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞ കാര്യമോ ഒന്നുമല്ല. പുടിൻ നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. കൊളോണിയൽ ഇറ അവസാനിച്ചിരിക്കുന്നു. ഈ ടോണിൽ അമേരിക്കയോടും ഇന്ത്യയോടും പെരുമാറാൻ, ചൈനയോടും ഇന്ത്യയോടും പെരുമാറാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന ശക്തമായ താക്കീതും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.